ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ടാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പോപ്പുലേഷൻ വിച്ച് വി വാണ്ട് ടു ടെസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം എ റാൻഡം സാമ്പിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ റാൻഡം സാമ്പിളിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് പറയുന്നു. അത് തന്നെയാണ് എന്തുദ്ദേശിക്കുന്നതും നമ്മളുടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഹൈപ്പോത്തിസിസ് വിച്ച് ഈസ് എ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ഈസ് കോൾഡ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എച്ച് നോട്ട്. അതായത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരുന്ന ഒരു ഹൈപ്പോത്തിസിസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഈ നൾ ഹൈപ്പോത്തിസിന് ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കുറേ ഇൻഫോർമേഷൻ തന്നിട്ട് ചോദിക്കുന്നു, മഴ പെയ്യാനുള്ള സാധ്യത എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ എച്ച് നോട്ട് അഥവാ നൾ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യത അതായിരിക്കും ആര്? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യതകളാണ് ചോദിക്കുന്നതെങ്കിൽ എൻ്റെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ആരായിരിക്കും? മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യതയായിരിക്കും. അപ്പോൾ അവിടുത്തെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആരാണ്? മഴ പെയ്യാനുള്ള സാധ്യത. ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അതായിരിക്കും എൻ്റെ നൾ ഹൈപ്പോത്തിസിസ്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറയുന്ന ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യത. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് ആരായിട്ട് എടുക്കണം? ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യത. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആരായിട്ട് എടുക്കും? ആക്സിഡൻറ്റ് നടക്കാതിരിക്കാനുള്ള സാധ്യത. ഇനി ക്വസ്റ്റ്യനിൽ തരുന്നത് ആക്സിഡൻറ്റ് നടക്കാതിരിക്കാനുള്ള സാധ്യതയാണ് തരുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 3 ആക്സിഡൻറ്റിൽ കൂടുതൽ നടക്കാനുള്ള സാധ്യതയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് നൾ ഹൈപ്പോത്തിസിസ് അത് തന്നെ എടുക്കുക. 3 ആക്സിഡൻറ്റിൽ കൂടുതൽ നടക്കാതിരിക്കാനുള്ള സാധ്യത എന്താ? 3 ആക്സിഡൻറ്റിൽ കുറവ് നടക്കാതിരിക്കാനുള്ള സാധ്യത എന്തായി മാറും? ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആയിട്ട് മാറും. ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അത് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആളെ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? ലെസ് ദാൻ ഇടാം. അറ്റ്മോസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ ആവും. അത് തന്നെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എച്ച് നോട്ട് ഡിഫൈൻ ചെയ്യണം. എച്ച് നോട്ട് എപ്പോഴും ഇനിയിപ്പോൾ ലെസ് ദാൻ ആയിക്കോട്ടെ ഗ്രേറ്റർ ദാൻ ആയിക്കോട്ടെ എന്തായിക്കൊള്ളട്ടെ, എച്ച് നോട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം ഡിഫൈൻ ചെയ്യേണ്ടത്? എച്ച് നോട്ട് ഇസ് ഈക്വൽ ടു മ്യൂ, എച്ച് നോട്ട് സച്ച് ദാറ്റ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്. എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? എച്ച് നോട്ട് സച്ച് ദാറ്റ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്. കേട്ടോ, ആ രീതിയിൽ വേണം എപ്പോഴും നമ്മൾ നൾ ഹൈപ്പോത്തിസിനെ കൺസിഡർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് കാണും. ഇങ്ങനെയൊക്കെ ഹൈപ്പോത്തിസിസ് കാണും. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എങ്ങനെയൊക്കെ കാണും? H1 എന്ന് പറയുന്നത് മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് വരാം. H1 എന്ന് പറയുന്നത് മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് വരാം. H1 സച്ച് ദാറ്റ് മ്യൂ ലെസ് ദാൻ മ്യൂ നോട്ട് വരാം. അതായത് ഞാൻ ഇപ്പോൾ പറയണം, മഴ പെയ്യാനുള്ള സാധ്യതയും മഴ പെയ്യാതിരിക്കാനുള്ള സാധ്യതയും. അതാകുമ്പോൾ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു വെച്ച് പറയാം. ഞാൻ രണ്ടാമത് പറഞ്ഞത് 3 ആക്സിഡൻറ്റിൽ കൂടുതൽ നടക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യത. അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻറ്റ്. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പം 3 എണ്ണമെങ്കിലും, അതായത് ഏറ്റവും ചെറിയ വാല്യൂ ആരാണ്? 3 ആണ്. 3 കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? H1 സച്ച് ദാറ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ 3. മ്യൂ ഗ്രേറ്റർ ദാൻ 3. ഏറ്റവും ചെറിയ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ഞാനിവിടെ എഴുതാം. H1 സച്ച് ദാറ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ 3. ഏറ്റവും ചെറിയ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇത് എച്ച് നോട്ട്. അപ്പോൾ നമ്മൾ H1 എങ്ങനെ എഴുതും? H1 സച്ച് ദാറ്റ് മ്യൂ ലെസ് ദാൻ 3 എന്നെടുക്കും. പക്ഷേ ഈ എച്ച് നോട്ട് നമ്മൾ എച്ച് നോട്ടായിട്ട് എങ്ങനെ ആയിരിക്കുമല്ലോ എഴുതുന്നത്? നമ്മൾ എങ്ങനെ തന്നെ ആയിരിക്കും എഴുതുന്നത്? മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് തന്നെ ആയിരിക്കും എഴുതേണ്ടത്. പക്ഷേ നമ്മൾ H1 എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? മ്യൂ ഗ്രേറ്റർ ദാൻ 3 എന്ന് എഴുതണം. കേട്ടോ.
മ്യൂ ഗ്രേറ്റർ ദാൻ അല്ല, മ്യൂ ലെസ് ദാൻ 3 എന്ന് എഴുതണം. കാര്യം എന്താ, അവിടെ എൻ്റെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യത കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ എച്ച് നോട്ട്. പക്ഷേ എച്ച് നോട്ടിനെ ഞാൻ എപ്പോഴും എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാവൂ, ഈക്വൽ ടു ഇട്ടേ റെപ്രസെൻറ്റ് ചെയ്യാവൂ. H1 വരുമ്പോഴത്തേക്ക് എന്താണോ എച്ച് നോട്ടിൽ ഞാൻ ഇടേണ്ടിയിരുന്ന ആൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇടുക. എച്ച് നോട്ടിൽ ഞാൻ എന്തായിരുന്നു ഇടേണ്ടിയിരുന്നത്, അറ്റ്ലീസ്റ്റ് 3 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 3 കേട്ടോ. അപ്പോഴത്തേക്ക് H1 എന്താവും, ലെസ് ദാൻ 3 ആവും. ഓക്കെ. ഇനി അടുത്തത് ക്രിട്ടിക്കൽ റീജിയൻ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം. 2 ടൈപ്പ് എററുകളാണ് നമുക്ക് വരുന്നത്, ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. എന്താ ടൈപ്പ് 1 എറർ? റിജക്റ്റിംഗ് H നോട്ട് വെൻ ഇറ്റ് ഈസ് ട്രൂ. അതായത് H നോട്ട് എന്ന് പറയുന്ന ആൾ ശരിയായിട്ടിരിക്കെ തന്നെ എനിക്ക് അതിനെ എന്ത് ചെയ്യേണ്ടി വരും, റിജക്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തതോ അക്സെപ്റ്റ് H നോട്ട് വെൻ ഇറ്റ് ഈസ് റോങ്. തെറ്റാണെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, കോവിഡിൻ്റെ വാക്സിൻ എടുത്ത ഒരാൾ വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണപ്പെടില്ല എന്നുള്ളതാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പോയിൻ്റ്. അതായത് കോവിഡിൻ്റെ വാക്സിൻ എടുത്താൽ എന്ത് ചെയ്യത്തില്ല, മരിക്കത്തില്ല. അപ്പോൾ പക്ഷേ ഞാൻ കോവിഡിൻ്റെ വാക്സിൻ എടുത്തു, പക്ഷേ ആ എടുത്തത് ഒരു ഹാർട്ട് പേഷ്യൻറ്റിനായിരുന്നു. പക്ഷേ ആ ഹാർട്ട് പേഷ്യൻറ്റ് എന്ത് ചെയ്തു, മരണപ്പെട്ടത് എന്ത് വന്നിട്ടല്ല, കോവിഡ് വന്നിട്ടോ കോവിഡിൻ്റെ വാക്സിൻ എടുത്തിട്ടോ അല്ല, അതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്ന എന്തുകൊണ്ടായിട്ടാണ്, ഒരു ഹാർട്ട് ഹൃദയ സംബന്ധമായ ഒരു അസുഖം കൊണ്ടിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷേ കോവിഡിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷമാണ് അയാൾ മരണപ്പെട്ടേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോവിഡിൻ്റെ വാക്സിൻ എടുത്ത ഒരാൾ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ അതാവും. അതെന്ത് ചെയ്യും, നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ ചിലപ്പോൾ സക്സസ് ആയിരിക്കാം, പക്ഷേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് റിജക്റ്റ് ചെയ്യണം. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്, അക്സെപ്റ്റ് H നോട്ട് വെൻ ഇറ്റ് ഈസ് റോങ്. അതായത് കോവിഡിൻ്റെ വാക്സിൻ എടുത്ത ഒരാൾക്ക് രണ്ടാമത് കോവിഡ് വരില്ല, പക്ഷെ വാക്സിൻ എടുത്ത ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത് വീണ്ടും കോവിഡ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ വാക്സിൻ തെറ്റാണ്, ഇനി ആരും എടുക്കരുതെന്ന് പറഞ്ഞോ, ഇല്ല. എന്നാണ് ആ വാക്സിൻ നമ്മൾ എടുത്തു. നമുക്ക് കാര്യം അതല്ല, ആ സിറ്റുവേഷനിൽ നമുക്ക് അതല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. വാക്സിൻ എടുക്കുമ്പോൾ കോവിഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം, സാധ്യതകൾ കുറയ്ക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനിത് റീസെൻ്റ്ലി നടന്ന സംഭവങ്ങളിൽ വെച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്രോബ്ലത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. പിന്നെ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഞാൻ H നോട്ട് ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ഡിഫൈൻ ചെയ്യണം, H നോട്ട് ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് ഡിഫൈൻ ചെയ്യണം. രണ്ടാമത്തത് H1 ഡിഫൈൻ ചെയ്യണം. എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഈക്വൽ ടുവിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് H1 നോട്ട് ഈക്വൽ ടു ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഗ്രേറ്റർ ദാൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് ലെസ് ദാൻ ഇട്ടെടുക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ ഇട്ടെടുക്കാം. ഈ ഈക്വൽ ടു ഇട്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ടു ടെയിൽഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ലെസ് ദാൻ ഇട്ട് എഴുതുന്നതാണ് ലെഫ്റ്റ് ടെയിൽഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഗ്രേറ്റർ ദാൻ ഇട്ട് എഴുതുന്നതാണ് റൈറ്റ് ടെയിൽഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇനി സ്പെസിഫൈ ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇത്ര ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം നടക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇസഡ് കണ്ടുപിടിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്, നിങ്ങൾ പഠിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തന്നേക്കുന്ന മീനിൽ നിന്ന് മ്യൂ മൈനസ് ചെയ്യുക, സ്റ്റാൻഡേർഡ് എറർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ തന്നേക്കുന്നത് എക്സ് ബാർ ആയിരിക്കും, അവിടെ തന്നേക്കുന്നത് ഇപ്പോൾ എക്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മ്യൂ കൊണ്ട് മൈനസ് ചെയ്ത് സ്റ്റാൻഡേർഡ് എറർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇസഡ് കണ്ടുപിടിക്കുക. ഇസഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായാലും ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. ആ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉപയോഗിച്ച് ഇസഡ് ആൽഫ ബൈ 2 കണ്ടുപിടിക്കുക. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇസഡ് ആൽഫ ബൈ 2 കുറച്ചെണ്ണം കാലാവ് പഠിക്കണം, അല്ലാതെ നിങ്ങൾക്ക് ടേബിളൊക്കെ നമുക്ക് തരാൻ പറ്റും എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇസഡ് ആൽഫ ബൈ 2 എന്ത് ചെയ്യാൻ പറ്റും, കാണാതെ പഠിക്കാൻ പറ്റും. എന്നിട്ട് ഈ കണ്ടുപിടിച്ച് ഇസഡ് ആൽഫ ബൈ 2ഉം ഇസഡും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഈ സ്മോഡ് ഇസഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇസഡ് ആൽഫ ബൈ 2 ആണ് കിട്ടുന്നതെങ്കിൽ വി റിജക്റ്റ് H നോട്ട് ആൻഡ്
കൺക്ലൂഡ് ദാറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൺക്ലൂഡ് ദാറ്റ് ദെയർ ഈസ് സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ്. അവിടെ എന്തുണ്ട്? ഒരു ഡിഫറൻസ് സംഭവിക്കുന്നുണ്ട്. കാര്യം നമ്മൾ എന്ത് ചെയ്യുന്ന H നോട്ടിനെയാണ് റിജക്റ്റ് ചെയ്യുന്നത്, എന്നിട്ട് H1 എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഇനി ഞാൻ എടുക്കുന്നത് മോഡ് ഇസഡ് ലെസ് ദാൻ Z∝/2 എന്നാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ H നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് കൺക്ലൂഡ് ദാറ്റ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അവിടെ എന്തില്ല? സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല. ഞാൻ എന്താണോ അസ്യൂം ചെയ്ത H നോട്ട്, ഞാൻ ആ പുള്ളിയെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഗ്രാഫിനെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്? ഒരു സിമെട്രിക് ആയിട്ടുള്ള ഗ്രാഫാണ്. ഇതിൻ്റെ സിമെട്രിയാണ്. ഇതിനകത്ത് ഇവിടം വെച്ച് ഒരു അസിംപ്ടോട്ട് രീതിയിലോട്ടായിരിക്കും ഇത് പോകുന്നത്. ഇതെന്തായിരിക്കും? ഈ ഒരു ബെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രോബ്ലം ചെയ്യുന്നത്. അതുപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1%, 5%, 10% ആവുമ്പം 2 tailed, റൈറ്റ് ടൈൽഡ്, ലെഫ്റ്റ് ടൈൽഡ് ടൈലിൻ്റെയൊക്കെ Z∝/2 വാല്യൂ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. നമുക്ക് ടേബിൾ കൊണ്ട് കയറാം. പക്ഷേ ഇതൊക്കെ എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. An educator claimed that average IQ of an American college students is at most 110. എന്താണ് പറയുന്നത്? ഒരു എഡ്യൂക്കേറ്റർ പറയുന്നത് അവിടെ അമേരിക്കയിലുള്ള സ്റ്റുഡൻസിൻ്റെ IQ ലെവൽ ആവറേജ് എന്ന് കേട്ടാലേ ഓർത്തോണം, മീൻ അമേരിക്കൻ സ്റ്റുഡൻസ്. അപ്പോൾ അവൻ്റെ പോപ്പുലേഷൻ ആരാണ്? അമേരിക്കൻ സ്റ്റുഡൻസ് ആണ്. പോപ്പുലേഷൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ മീൻ. പോപ്പുലേഷൻ്റെ മീനാണ് തന്നേക്കുന്നത്. ആര്? സ്റ്റുഡൻറ്റ് ഈസ് അറ്റ്മോസ്റ്റ് 110. അപ്പോൾ പോപ്പുലേഷൻ്റെ മീൻ സിമ്പിളൊക്കെ മറന്നുപോയോ? പോപ്പുലേഷൻ്റെ മീൻ ആരാണ്? മ്യൂ. പോപ്പുലേഷൻ്റെ മീൻ ആരെന്ന് തന്നേക്കുന്നു? 110 ആണെന്ന് തന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ H നോട്ട് എങ്ങനെ എടുക്കണം? H നോട്ട് സച്ച് ദാറ്റ് ആവറേജ് IQ ലെവൽ എങ്ങനെയാണ് തന്നേക്കുന്നത്? ഈസ് അറ്റ്മോസ്റ്റ് 110. അറ്റ്മോസ്റ്റ് 110 എന്ന് പറയുമ്പം മ്യൂ എന്ന് പറയുന്ന ആൾ മാക്സിമം എവിടം വരെ പോവാം? മാക്സിമം 110 വരെ പോകാൻ പറ്റും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 110 ഇതാണ് എൻ്റെ H നോട്ട് വരുന്നത്. അപ്പോൾ H1 ഞാൻ എങ്ങനെ എഴുതണം? H1 സച്ച് ദാറ്റ് മ്യൂ ലെസ് ദാൻ 110. ഓക്കെ. പക്ഷേ നമ്മൾ എങ്ങനെ എഴുതാവൂ ഇവിടെ? ഈക്വൽ ടു ഇട്ടേ എഴുതാവൂ. അപ്പം മ്യൂ എന്ന് പറയുന്നത് 110 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ H നോട്ട് നമ്മൾ കൺസിഡർ ചെയ്തു മ്യൂ ഈക്വൽ ടു 110 ആൻഡ് H1 സച്ച് ദാറ്റ് മ്യൂ ഗ്രേറ്റർ ദാൻ 110. ഈ H1 ഞാൻ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുകളിൽ ലെസ് ദാൻ ഇട്ട് കാണിച്ചു തന്നത്. ഓക്കെ. ഞാൻ H1 ഒന്ന് വായിക്കാൻ വേണ്ടിയാണേ. And that in the study made to test his claim, 150 American college students had average IQ 111.2 with a standard deviation 7.2. അതായത് ഈ ഒരു ക്ലെയിം ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 180 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അത് സാമ്പിളിൻ്റെ സ്ട്രെങ്ത് 150 സ്റ്റുഡൻസിനെ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? വിത്ത് ആവറേജ് എന്ന് പറയുമ്പോൾ ആരുടെ ആവറേജ്? നമ്മുടെ സാമ്പിളിൻ്റെ ആവറേജ്. ദാറ്റ് ഈ സാമ്പിളിൻ്റെ മീൻ എക്സ് ബാർ ആര്? 111.2 വിത്ത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആര്? എസ് ഇസ് ഈക്വൽ ടു 7.2. എനിക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇന്ന് വായിക്കുകയാണേ. ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും താഴെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. ഇതാ നോക്കിയേ. സാമ്പിളിൻ്റെ സ്ട്രെങ്ത് 150 തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ്റെ മീൻ 110 എന്ന് തന്നിട്ടുണ്ട്. സാമ്പിളിൻ്റെ മീൻ 111.2 എന്ന് തന്നിട്ടുണ്ട്. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ 7.2 എന്ന് തന്നിട്ടുണ്ട്. H നോട്ട് എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എടുത്തു. H1 എന്ന് പറയുന്നത് മ്യൂ ഗ്രേറ്റർ ദാൻ 110 എന്ന് എടുത്തു. മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുമ്പോൾ മ്യൂ നോട്ട് ആരാണ് അവിടെ തന്നേക്കുന്നത്? മ്യൂ 110 ആണ്. അതുകൊണ്ടാണ് 110 എടുത്തത്. ഇനി തന്നേക്കുന്ന ആരാണ്?
നമുക്കിനി ആര് കണ്ടുപിടിക്കണം? ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡിൻ്റെ ഇക്വേഷൻ എന്തുവാണ്? എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് എറർ. ഞാൻ അന്ന് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ നമുക്ക് ആര് വന്നിട്ടുണ്ട്? എസ്സും ഉണ്ട് എന്നും ഉണ്ട്. എസ്സും എന്നും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എസ് ബൈ റൂട്ടൻ, ഇതിൽ സിഗ്മയാണ് എഴുതിയേക്കുന്നത്, നിങ്ങളത് നോക്കണ്ട. എസ് ബൈ റൂട്ടൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സിഗ്മ തന്നു കഴിഞ്ഞാൽ സിഗ്മ ബൈ റൂട്ടൻ വെച്ച് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഞാൻ ആ ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അത് കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്തു, ഈ വാല്യൂ കിട്ടി. ഇനി ഞാൻ എന്താ പറഞ്ഞത്? ഇസഡ് കണ്ടുപിടിച്ച ഇസഡ് ആൽഫ ബൈ 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ബാക്കി ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞാൽ ഇവിടം വരെയാണ് വായിച്ച് നിർത്തിയത്. അറ്റ് 1% level of significance, test the claim of the educator. 1% level of significance, 1% level of significance, the 1% level of significance. ഇത് ആരാണ്? ടു ടൈൽഡ് ആണോ? ടു ടൈൽഡ് അല്ലല്ലോ, നമ്മൾ എടുത്തേക്കുന്നത് ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് ആണ്. ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട് എന്ന് പറയുമ്പോൾ ആരാണത്? ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്, റൈറ്റ് ടൈൽഡ് ആണ് ഞാൻ എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ് ടൈൽഡിൻ്റെ ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ 2.33. ഇതാ 2.33. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ മോഡുലസും ഇതിൻ്റെ മോഡുലസ് ഇതിൻ്റെ മോഡുലസും ഇതും കൂടെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരും. 2.04 ആണോ വലുത്, 2.33 ആണോ വലുത്? ഇസഡ് ആൽഫ ആണ് വലുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഗ്രേറ്റർ ദാൻ സൈനാണ് വരുന്നതെങ്കിൽ ഇതാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എച്ച് നോട്ട് എക്സെപ്റ്റ് എച്ച് നോട്ട് കണ്ടോ, എക്സെപ്റ്റ് ഹൈപ്പോത്തസിസ്. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു പ്രോബ്ലം കൂടെ നോക്കിക്കേ. A company claimed that the average lifetime of a bulb produced is 1,600 hours. A random sample of 100 bulbs gave a lifetime of 1,570 hours with a standard deviation 120 hours. Test the claim at 5% level of significance and 1% level of significance. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന ബൾബുകളുടെ മീൻ ലൈഫ് എന്ന് അവർ അവകാശപ്പെടുന്ന എത്രയാണ്? 1600 അതായത് മൊത്തം പോപ്പുലേഷൻ്റെ മീൻ ലൈഫ് എന്ന് കമ്പനി അവകാശപ്പെടുന്നത് 1600. അതായത് മ്യൂ എന്താണ്? 1600. അപ്പം മ്യൂ നോട്ട് ആരാണ്? 1600. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട്. ഇനി അങ്ങനെയാണെങ്കിൽ H1 നമുക്ക് അപ്പം തന്നെ എഴുതാം. എന്തുവാണ് അവിടെ? ഇതാണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഇത്രത്തോളമോ ഇതിൽ കുറവൊന്നും അല്ല പറഞ്ഞേക്കുന്നത്, അതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? H1 നോട്ട് ഈക്വൽ ടു എന്ന് എടുക്കണം. ഇനി അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ അവരൊരു സാമ്പിൾ ഓഫ് 100 ബൾബ്സ് എടുത്തു, അതായത് സ്മോൾ n എത്ര? 100. അപ്പോൾ അതിൻ്റെ മീൻ ലൈഫ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ സാമ്പിളിൻ്റെ മീൻ എക്സ് ബാർ എത്ര? 1570 എന്ന് കിട്ടി, വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 120. അപ്പോൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് തന്നേക്കുന്നത്. ഇത്ര മതി. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നൾ ഹൈപ്പോത്തിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസും എഴുതി ഇസഡ് കണ്ടുപിടിക്കണം. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ടൺ. ഇക്വേഷനകത്ത് എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വാല്യൂ ഇട്ട് കൊടുത്തു, കാൽക്കുലേറ്റർ വാല്യൂ കണ്ടുപിടിച്ചു. അടുത്തത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആകുമ്പോൾ എത്രയാണ് ഇസഡ് ആൽഫ ബൈ 2ൻ്റെ വാല്യൂ നോക്കുക. നോക്കിയപ്പോൾ എന്ത് കിട്ടി? 1.96. അതെങ്ങനെ കിട്ടി 1.96? ഇത് ടു ടൈൽഡ് ആണ് അല്ലേ. ടു ടൈൽഡ് ആകുമ്പോൾ 5% ആകുമ്പോൾ 1.96. കമ്പയർ ചെയ്ത് നോക്കുക. മോഡ് ഇസഡ് ആണ് വലുത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അടുത്ത 1% എടുത്തു, 2.88 ലെസ് ദാൻ ആണ്, അപ്പോൾ ഇത് എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഇനി താഴോട്ട് ഒരുപാട് ക്വസ്റ്റ്യനുകളുണ്ട്, ഇതൊക്കെ ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാം. ഓക്കെ.